ആ രാത്രി വീട്ടിലെ പഴയ മതിലിലെ ഘടികാരം 12 അടിച്ചപ്പോൾ അടുക്കളയിൽ ആരോ പാത്രം വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ടു. വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു. പക്ഷേ മുകളിലെ മുറിയിൽ നിന്നൊരു കുഞ്ഞിൻ്റെ ചിരി കേട്ടപ്പോൾ എൻ്റെ രക്തം തണുത്തുപോയി. ഇങ്ങനെ അവസാനം വരെ പേടിപ്പിക്കുന്ന കഥകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. കാരണം ഇന്നത്തെ കഥ കേട്ടുകഴിഞ്ഞാൽ ഇന്ന് രാവ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോലും പേടി തോന്നും. ആ പഴയ വീട്ടിലേക്ക് ആരും താമസിക്കാൻ വരാറില്ലായിരുന്നു. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ആ വീട്ടിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഒറ്റ കാര്യമായിരുന്നു: അവിടെ രാത്രി കഴിഞ്ഞവർ പിറ്റേന്ന് പഴയ പോലെ ഇരിക്കില്ല. അത് കേട്ടിട്ടും അരുൺ ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി കുറച്ചു ദിവസം സമാധാനമായി എഴുതാൻ പറ്റുമെന്നാണ് അവൻ കരുതിയത്. ആദ്യ ദിവസം എല്ലാം സാധാരണമായിരുന്നു. പക്ഷെ രാത്രി തുടങ്ങുമ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. മഴ പെയ്യുന്ന രാത്രി. കാറ്റ് ജനലടിച്ചു കുനുക്കുന്നു. വീട്ടിലെ വൈദ്യുതി പെട്ടെന്ന് പോയി. മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് അരുൺ ഹാളിലൂടെ നടന്നു. അപ്പോൾ മതിലിൽ തൂങ്ങിയിരുന്ന പഴയ ഫോട്ടോയിൽ ഒരു കാര്യം കണ്ടു. കഥയുടെ ബാക്കി ഭാഗം കാണാൻ വേണ്ടി താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുക.